സംഘകാല ജനതയുടെ ജീവിതവും വിശ്വാസവും എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയുടെ ഏറ്റവും പ്രകാശമയമായ പുരാതന കാലഘട്ടമാണ് സംഘകാലഘട്ടം. തമിഴകവും കേരളവും ഒന്നായി കിടന്നിരുന്ന ഒരു കാലഘട്ടമാണത്. സംഘകാല കൃതികൾ എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിലെ കൃതികൾ ഇന്ന് ലോകം മുഴുവൻ പഠന വിഷയമാക്കിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരന്മാരുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും BC 566 മുതൽ AD 250 വരെയുള്ള കാലഘട്ടമാണ് സംഘകാലഘട്ടം എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ചങ്ങാത്തം അഥവാ കൂട്ടുകെട്ട് എന്ന അർത്ഥം വരുന്ന തമിഴ് പദമായ ചങ്കം എന്ന വാക്കിൽ നിന്നുമാണ് സംഘം എന്ന വാക്ക് ഉണ്ടായതെന്ന് കരുതുന്നു. ബുദ്ധ ജൈനമത ഭാഷകളിൽ സംഘം എന്ന വാക്കിന്റെ അർത്ഥം ഭിക്ഷുക്കളുടെ കൂട്ടം എന്നാണ്. സംഘകാല രാജാക്കന്മാരായ ചേരൻ, ചോളൻ, പാണ്ഡ്യൻ എന്നിവരെ മൂവരശർ എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. ജാതി മതഭേദങ്ങളൊന്നുമില്ലാതെ ഇവരുടെ ഭരണത്തിന് കീഴിൽ പ്രജകൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചിരുന്നു. സംഘകാലഘട്ടത്തിൽ ഭൂപ്രദേശങ്ങളെ ഭൂമിശാസ്ത്രപരമായി വിവിധ മേഖലകളായി തരംതിരിച്ചിരുന്നു. ഇത്തരം മേഖലകൾ തിണൈകൾ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് കുറിഞ്ഞി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ എന്നിങ്ങനെ 5 തിണകളായിട്ടാണ് തിരിച്ചിരുന്നത്. ഇവയെ ഐന്തിണകൾ എന്ന് അറിയപ്പെട്ടിരുന്നു. മലകളും കാടുകളും ചേർന്നുള്ള പ്രദേശമാണ് കുറിഞ്ചിത്തിണൈ. വേടരും കുറവരുമായിരുന്നു ഈ തിണയിൽ താമസിച്ചിരുന്നവർ. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ വേട്ടയാടലും വനവിഭവങ്ങൾ ശേഖരിക്കലുമായിരുന്നു. പാലൈ തിണയിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും തരിശുഭൂമിയായിരുന്നു. ജലത്തിന്റെ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം ഇവിടുത്തെ ജനജീവിതം വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് ഇവിടെ താമസിച്ചിരുന്നവർ ഭൂരിപക്ഷവും മറവന്മാരും കൊള്ളക്കാരും ആയിരുന്നു. പിടിച്ചുപറിയും യുദ്ധങ്ങളുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ഉയർന്ന പുൽപ്രദേശങ്ങളായിരുന്നു മുല്ലൈ തിണൈ എന്ന് അറിയപ്പെട്ടിരുന്നത്. ആയരും ഇടയരുമാണ് ഇവിടെ ജീവിച്ചിരുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ കാലി വളർത്തലായിരുന്നു. കൃഷിക്ക് അനുയോജ്യമായ സമതല പ്രദേശമാണ് മരുതം തിണൈ എന്ന് അറിയപ്പെട്ടത്. ഉഴവരും വെള്ളാളരുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. കൃഷി ഇവരുടെ പ്രധാന തൊഴിൽ ആയിരുന്നു. സമുദ്രതീര പ്രദേശമാണ് നെയ്തൽ തിണൈ എന്ന് വിളിച്ചിരുന്നത്. ഉമണർ, മുക്കുവർ, വലയർ, മീനവർ, പരവർ തുടങ്ങിയവരായിരുന്നു ഇവിടുത്തെ നിവാസികൾ. ഇവിടെ പ്രധാനപ്പെട്ട തൊഴിൽ മത്സ്യബന്ധനവും കടൽവെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കലുമായിരുന്നു. സംഘകാലത്ത് എല്ലാ തൊഴിലും മാന്യമായി കരുതിയിരുന്നതിനാൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ യാതൊരു വേർതിരിവുകളും ഇല്ലായിരുന്നു എന്ന് സംഘകാല കൃതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സ്ത്രീകൾ സമൂഹത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്നുവെന്ന് ചിലപ്പതികാരം, മണിമേഖല പോലുള്ള കൃതികളിൽ നിന്നും വ്യക്തമാകുന്നു. സംഘകാലഘട്ടത്തെ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമായിരുന്നു മന്റം. ഓരോ ഗ്രാമത്തിലും ഓരോ മന്റം ഉണ്ടായിരുന്നു. ആലിൻ ചുവട്ടിലോ പൊതുസ്ഥലത്തോ കൂടുന്ന മുതിർന്നവരുടെ കൂട്ടമാണിത്. ഗ്രാമവാസികൾ തമ്മിലുള്ള വഴക്കുകൾ തീർക്കുന്നത് ഇത്തരം കൂട്ടങ്ങളാണ്. ഗോത്ര ജനതയുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായ ഊരുകൂട്ടങ്ങൾ ഇതിന്റെ ബാക്കി പത്രങ്ങളാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല. സംഘകാല മതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സംഘടിത മതത്തിന്റെ സ്വഭാവമില്ലാത്ത ദ്രാവിഡ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു ജനങ്ങൾ പിന്തുടർന്നു പോന്നിരുന്നത്. ഇന്ന് നിലനിൽക്കുന്ന ഗോത്ര ജനതയുടെ വിശ്വാസങ്ങളുമായി ഇതിനെ ചേർത്ത് പഠിക്കുന്നതിൽ തെറ്റില്ല. പ്രധാനമായി കുലദൈവങ്ങളെയും പ്രകൃതി ശക്തികളെയും യുദ്ധദേവതയായ കൊറ്റവയെയുമാണ് അന്ന് ആരാധിച്ചിരുന്നത്. ഓരോ തിണയ്ക്കും ഓരോ കുലദൈവങ്ങൾ ഉണ്ടെന്ന് തൊൽക്കാപ്യം വ്യക്തമാക്കുന്നുണ്ട്. കുറിഞ്ചിത്തിണയിലെ കുലദൈവം ചോവോൻ അഥവാ ചുവന്ന നിറമുള്ള ദൈവമായിരുന്നു. ഇത് മുരുകനാണെന്ന് കരുതപ്പെടുന്നു.
പാലേത്തിണയുടെ ദൈവം കൊറ്റവി എന്ന യുദ്ധദേവതയാണ്. ഈ സ്ത്രീ ദേവതയെ അമരി, കുമരി, കൗരി, ചമരി, ചൂളി, നീലി, ചങ്കരി എന്നിങ്ങനെ നാമങ്ങളിൽ വിളിച്ചിരുന്നു. പിൽക്കാലത്ത് ഈ ദേവതയെ ആര്യവൽക്കരിച്ചതാവാം കാളിയും ദുർഗയുമൊക്കെ. മുല്ലത്തിണയിലെ കുലദൈവം മായോൻ അഥവാ കറുത്ത നിറമുള്ള ദൈവമായിരുന്നു. ഇത് കൃഷ്ണനാണെന്ന് കരുതുന്നു. ആര്യന്മാർക്ക് മുമ്പുള്ള ജനതയുടെ ദൈവമാണ് കൃഷ്ണൻ എന്ന പാണിനിയുടെ പരാമർശം കണക്കിലെടുത്താൽ കൃഷ്ണനും ആര്യവൽക്കരിച്ച ദൈവമാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല. മരുതം തിണയുടെ ദൈവം വേന്തൻ ആയിരുന്നു. വേന്തൻ ഇന്ദ്രനാണെന്ന് പലരും കരുതുന്നുണ്ട്. എന്താണെങ്കിലും വേദകാല ഇന്ദ്രനാകാൻ വഴിയില്ല. നെയ്തൽ തിണയുടെ ദൈവം കടലിന്റെ അധിപൻ എന്നറിയപ്പെടുന്ന കടലോണാണ്. ഇത് വരുണനാണെന്ന് പറയുന്നവരുണ്ട്. ഇന്ദ്രനും വരുണനും വേദകാലഘട്ട ദൈവങ്ങളാണ്, ഒരിക്കലും ദ്രാവിഡ ദൈവങ്ങൾ ആയിരുന്നില്ല. കൂടാതെ ശിവൻ, ബലരാമൻ എന്നിവരെയും കുറിച്ചും സംഘകാല കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. സംഘകാല ദേവതകളിൽ ഏറ്റവും ശക്തിയേറിയ ദേവത കൊറ്റവിയായിരുന്നു. യുദ്ധവിജയത്തിന് സംഘകാല ജനത കൊറ്റവിയുടെ സഹായത്തിനായി കൊറ്റവിക്ക് ഇഷ്ടപ്പെട്ട കോഴിയുടെയും ആടിന്റെയും ഇറച്ചിയും ചോരയും സമർപ്പിച്ചിരുന്നു. വിജയാഘോഷ വേളകളിൽ ധാരാളം ആടുകളെയും കോഴികളെയും ബലി കൊടുത്തിരുന്നു. കള്ളു വഴിപാട് പതിവായിരുന്നു. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനും മഴയ്ക്കു വേണ്ടിയും പ്രളയം ഒഴിവാക്കുന്നതിനും സ്വത്ത് വർദ്ധിക്കുന്നതിനും പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടുവാനും ഈ അമ്മ ദൈവത്തെ അവർ ആരാധിച്ചിരുന്നുവെന്ന് സംഘകാല കൃതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാല ജനത ഭൂതപ്രേത പിശാചുകളിൽ വിശ്വസിച്ചിരുന്നവരാണ്. ഉദാഹരണത്തിന് നാളങ്കാടി ഭൂതം, വെള്ളടിമന്റെ ഭൂതം തുടങ്ങിയ ഭൂതങ്ങളെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ കൃതികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. തങ്ങളെ ഉപദ്രവിക്കുന്ന ഭൂതങ്ങൾക്ക് കോഴിയും മറ്റും ബലി നൽകി പ്രീതിപ്പെടുത്തിയിരുന്നു. വീടിന്റെ തട്ടിൻപുറങ്ങളിൽ വേപ്പിലകൾ കെട്ടിത്തൂക്കിയിട്ടാൽ ഭൂതങ്ങൾ ഒഴിഞ്ഞു പോകുമെന്ന് ഒരു വിശ്വാസം അന്ന് നിലനിന്നിരുന്നതായി കൃതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ജ്യോതിഷവും ശകുനവും ജനങ്ങളുടെ വിശ്വാസമായിരുന്നുവെന്ന് പുറനാനൂറിൽ ചില പാട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പല്ലിയുടെ ശബ്ദം ശുഭസൂചനയായിട്ടാണ് സംഘകാല ജനത കരുതിയിരുന്നത്. കൊള്ളി നക്ഷത്രം വീഴുന്നത് അശുഭസൂചനയായി കരുതിയിരുന്നു. ജീവനും ശരീരവും പരസ്പരം വേർപെടുന്നത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നതെന്നും മരണത്തിന് ശേഷവും ജീവൻ നിലനിൽക്കുന്നുവെന്നും സംഘകാല ജനത വിശ്വസിച്ചിരുന്നു. BC 3-ാം നൂറ്റാണ്ടിൽ എത്തിയ ബുദ്ധ ജൈന മതങ്ങൾ സംഘകാല കേരളത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് വന്ന ആര്യവംശജരായ ബ്രാഹ്മണരും അവരുടെ മതവിശ്വാസം ഇവിടെ പ്രചരിപ്പിച്ചു. 8-ാം നൂറ്റാണ്ട് മുതലാണ് ഇവിടെ ശക്തമായ ആര്യൻ അധിനിവേശം ഉണ്ടാകുന്നത്. ഇതോടെ ഹിന്ദുമതം സമസ്ത മേഖലയിലും ആധിപത്യം ഉറപ്പിച്ചു. തുടർന്ന് ബ്രാഹ്മണ മതം ദ്രാവിഡ സങ്കല്പങ്ങളെയും ആചാരങ്ങളെയും ദേവതകളെയും അവരുടേതായ രീതിയിലേക്ക് സംശീകരിച്ചു.